തക്ക് പുറത്ത് എന്ന് പറഞ്ഞ് തന്നെയാണ് കാണിക്കുന്നത്. മര്യാദയ്ക്കിരുന്നുള്ള ഒരു അക്ഷരം ശരിയില്ല, അല്ലെങ്കിൽ എപ്പം പിടിച്ച് വെളിയിലാക്കുമെന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അത് ആരെങ്കിലും എടുത്ത് കാണിക്കുന്നുണ്ടോ? പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തിന്റെ ആളാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇയാളെക്കാളും ധാർഷ്ട്യക്കാരനായിരിക്കില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അധികാരത്തിൽ വന്നത്? പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ കാണിക്കുന്ന ബഹളവും കാര്യങ്ങളും. അയാൾ മര്യാദയ്ക്കൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ട്. എന്ത് കാര്യം വന്നാൽ പിണറായി വിജയൻ രാജിവെക്കണം. ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയണത്? ഒരു സമരം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവെന്നൊന്ന് നയിച്ച് വിജയിപ്പിച്ചുകൊണ്ടുവരുന്ന ഏത് സമരമുണ്ട്? എപ്പോഴും 24 മണിക്കൂറും നമ്മൾ അസംബ്ലിയിൽ പോയിരുന്നു ഫൈറ്റ് ചെയ്ത് ഓരോരുത്തരും കടമ ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്ത് അയക്കുന്നവര് നമ്മളെ കൊഞ്ഞണം കാണിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അവിടെ ഒരു ചെറിയ കാര്യങ്ങളിൽ തർക്കിച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോണെന്ന് എവന് പോണം ചാരടി ലക്ഷറി ലൈഫൊക്കെ. ഇയാള് കയ്യിലൊക്കെ സ്വർണവും കഴുത്തിൽ സ്വർണ്ണം, അവിടെ സ്വർണ്ണം ഇവിടെ സ്വർണവും ഭയങ്കര മോഡേൺ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഇയാൾക്ക് ലക്ഷറി ആവാം. ഇടതുപക്ഷം ഇല്ലാത്ത ഒരു ലോകത്തിനെ പറ്റി, ഒരു ഇന്ത്യയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഐതിഹാസികമായ സമരചരിത്രങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം.